ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതേപോലെ തന്നെ മീഷോ തുടങ്ങിയ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ ഐറ്റംസുകൾ എങ്ങനെ നമുക്ക് പിൻട്രസ്റ്റ് വഴി സെല്ല് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാമെന്നാണ്. അതുമാത്രമല്ല, പിൻട്രസ്റ്റിലേക്ക് എങ്ങനെയാണ് നമ്മളെ പ്രൊഡക്റ്റിനെ നമുക്കൊരു വെബ്സൈറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ അത് ആഡ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഗൈസ്. അപ്പോൾ ഗൈസ്, അധികം വൈകാതെ തന്നെ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് നിങ്ങൾ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പിൻട്രസ്റ്റിൽ ഒരു അക്കൗണ്ട് എടുക്കണം. നിങ്ങൾ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് ഇവിടെ മുകളിൽ കാണാൻ കഴിയും പിൻട്രസ്റ്റ് എന്ന് അടിക്കുക. അപ്പോൾ ഇതുപോലൊരു വെബ്സൈറ്റിലേക്ക് എത്തും. ഇനി അതല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾ ഇതുപോലത്തെ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്ത് കണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിങ്കുകൾ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ വെബ്സൈറ്റും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഗൈസ്, അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് എത്തിയതിന് ശേഷം നിങ്ങൾ ഇവർക്ക് ലോഗിൻ എന്ന് കാണാൻ കഴിയും, സൈനപ്പ് എന്ന് കാണാൻ കഴിയും. ഓൾറെഡി നിങ്ങൾ ഇതിൽ ലോഗിൻ ഉള്ള ID ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈനപ്പ് എന്ന് കൊടുക്കും. സൈനപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഭാഗം ഇവിടെ വരും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ID കൊടുക്കുക, എന്നിട്ട് ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ 8 ക്യാരക്ടർ വേണം. അതുപോലെ തന്നെ അതിൽ ഇംഗ്ലീഷും അക്കങ്ങളും മിക്സ് ആയിട്ടുള്ള, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിന്യൂ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് കാണാൻ കഴിയും. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ അക്കൗണ്ട് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് എന്നുള്ള ഭാഗത്തോട്ട് വരും. ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം. ഇനി അതല്ലെങ്കിൽ നേരെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് വരിക. പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അത് എങ്ങനെയായിരിക്കും. നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളും പേരും അതും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് എ പിൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കാണാൻ കഴിയും നിങ്ങൾക്ക്. ഓർഗാനിക്കിൻ്റെ ഭാഗത്ത് ആ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിടുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നേരെ നിങ്ങളുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെ ഏത് സൈറ്റ് വേണം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഫ്ലിപ്കാർട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഗൈസ്. ഫ്ലിപ്കാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് ഗൈസ്. ഇവിടെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒരു സ്പ്രേയുടെ ഒരു സംഭവമാണ് എടുത്തിട്ട് 50% ഓഫൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഐറ്റംസ് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ഒന്നുകിൽ നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചാറ്റ് GPT ഇതിൻ്റെ ടൈറ്റിൽ കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ ടൈറ്റിൽ കോപ്പി ചെയ്താൽ നമുക്ക് ചാറ്റ് GPT പോയിട്ട് ഇതേപോലത്തെ ഇമേജുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അടിപൊളിയായിട്ട് നമുക്ക് ഓഫർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യണം. ഓക്കെ ഗൈസ്, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യാം. താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കോപ്പി ലിങ്ക്, സേവ് ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ. ഇനി ഇമേജ് സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇമേജ് വേണമെങ്കിൽ സേവ് ചെയ്യാം. കോപ്പി ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്യാം. ഞാനിവിടെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി ലിങ്ക് എന്ന് കൊടുത്താൽ ലിങ്ക് കോപ്പി ആവും. ഒരു ഇമേജും വേണമെങ്കിൽ ഞാൻ കോപ്പി ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒരു ഇമേജും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. അങ്ങനെ
ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ChatGPT വഴി നിങ്ങൾക്ക് കോപ്പി എടുത്തു വെക്കാം. ഇനി അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് വഴി നിങ്ങൾക്ക് എടുത്തു വെക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നിങ്ങളുടെ പിൻട്രസ്റ്റിലേക്ക് വരിക. പിൻട്രസ്റ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഫോട്ടോസ്, അത് നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനത് ആഡ് ചെയ്യാൻ പോവാണ്. എത്ര ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അവിടെ ഒന്നാണ് ആഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോസ് കറക്റ്റായിട്ട് അവിടെ അപ്പോൾ ആഡായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ടൈറ്റിൽ കോപ്പി ചെയ്തല്ലോ, ആ ഒരു സംഭവം അത് കോപ്പി ചെയ്യുക. ഒരു ഫോട്ടോസിൻ്റെ ടൈറ്റിൽ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഒന്നുകൂടി കോപ്പി ചെയ്യുക. മിസ്സായിട്ടുണ്ട് യെസ്. നേരെ ഒന്നുകൂടി ബാക്കിലോട്ട് പോയിട്ട് ഇവിടെ ഈ ബോട്ടിൻ്റെ ടൈറ്റിൽ ഉണ്ടാവും. യെസ്, ഇവിടെ എന്താണ് ടൈറ്റിൽ ഈ സംഭവം നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഫുള്ളായിട്ട് തന്നെ കോപ്പി ചെയ്യുക. ഫുള്ളായിട്ട് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, നേരെ വരിക നമ്മുടെ ആ ഒരു പിൻട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ അതേ ടൈറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. ടൈറ്റിൽ കുറച്ച് ലോങ് ആണെങ്കിൽ നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈറ്റിൽ ലോങ് ഉണ്ടെങ്കിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഈ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT വഴി ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് തരും. അതിവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് അവിടെ തന്നെ കോപ്പി ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു സംഭവത്തിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് മൊത്തമായിട്ട് തന്നെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തം കോപ്പി ചെയ്തിട്ട് ഗൈസ്, ഇനി ഡിസ്ക്രിപ്ഷൻ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ChatGPT വഴി ഡിസ്ക്രിപ്ഷൻ എടുക്കട്ടോ. ആ സംഭവം അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ അവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സാധാരണ ഈ ഒരു ടൈറ്റിൽ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷനാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം അതിൽ തന്നെ ഉണ്ട് എല്ലാം, അധികം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക, യെസ്, ആ ഒരു ലിങ്ക് ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ബോർഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഒരു ബോർഡ് ക്രിയേറ്റ് ബോർഡ് എന്ന് വേണമെങ്കിൽ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റിന് ടാഗ് കൊടുക്കുക. ടാഗ് ആഷിട്ട് കണ്ട് തന്നെ നിങ്ങൾ കൊടുത്തോളൂ. ആഷിട്ട് കണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ പെർഫ്യൂമെന്നോ അതുപോലെ തന്നെ ബോഡി സ്പ്രേ എന്നോ എന്ത് വേണം കൊടുക്കുക. ഞാനിവിടെ ഒരു ബോഡി സ്പ്രേ എന്ന് കൊടുക്കാൻ പോവാണ്. ബോഡി സ്പ്രേ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ബോഡി സ്ക്രബ്, സൂട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ടാഗുകൾ അടിയിൽ വരും. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ടാഗ് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും പബ്ലിഷ് എന്ന് പറയുന്നത്. നേരെ അവിടെ കൊടുത്താൽ മതി. പബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് നേരെ വരുന്നത് ഗൈസ്, നമ്മൾ പബ്ലിഷ് ആയതിനു ശേഷം നമ്മൾ പബ്ലിക് ഇട്ട് സംഭവ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ പോസ്റ്റിൻ്റെ നിലവാരം അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് വരിക. ബിസിനസ് ഹബ്ബ് അനലിറ്റിക്സ് ഓവർവ്യൂ എന്ന് പറയുന്ന ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അനലൈസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. എത്ര ആൾ വാച്ച് ചെയ്ത്, എത്ര ആൾ നമ്മുടെ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. നമ്മുടെ ക്യാഷ്, നമ്മുടെ ഈ ലിങ്ക് വഴി ആളുകൾ പർച്ചേസ് ചെയ്താൽ ആ ക്യാഷ് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ആഫിലിയേറ്റ് മാർക്കറ്റ് ഉള്ളത്, മീഷോയിലാണോ അതല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലാണോ ആമസോണിലാണോ എവിടെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ GST എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കണം. ഇനി അതല്ലെങ്കിൽ മീഷോയിൽ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മീഷോയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ്
അപ്ലിക്കേറ്റ് മാർക്കറ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു ക്യാഷും ചിലവില്ലാതെ മീഷോയിൽ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പിൻട്രസ്റ്റിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് പ്രൊഡക്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽ കോപ്പി ചെയ്യുക, ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക, നേരെ പിൻട്രസ്റ്റിൽ കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിൻട്രസ്റ്റ് വഴി ക്യാഷ് നിങ്ങൾക്ക് ആഡ് ആവുന്നതാണ്. പിൻട്രസ്റ്റിൽ ഒരു ക്യാഷ് ആഡ് ആവുന്നതാണ്. അതുപോലെ തന്നെ മീഷോയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ക്യാഷ് നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഫ്ലിപ്കാർട്ടിൽ ബിക്കെയിം എ സെല്ലർ എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെല്ലർ അക്കൗണ്ട് എടുക്കാം. ഫ്ലിപ്കാർട്ടിൽ സെല്ലർ അക്കൗണ്ട് ഇല്ലെങ്കിൽ സെല്ലർ അക്കൗണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെല്ലർ അക്കൗണ്ടിനെ പറ്റി ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. ഇവിടെ ക്രിയേറ്റ് സെല്ലർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ സെല്ലർ അക്കൗണ്ട് എടുക്കാം. സെല്ലർ അക്കൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ GST നമ്പർ കൊടുക്കണം. GST നമ്പർ ഇല്ലാതെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ സെല് ചെയ്യാൻ ബുക്ക് മാത്രമേ സെല് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി മീഷോയിൽ അങ്ങനെയല്ല. മീഷോയിലും ആമസോണിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, GST ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ നിങ്ങളെ പിൻട്രസ്റ്റിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് സെല് ചെയ്യാവുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ് മന്ത്ലി അല്ലെങ്കിൽ ആഴ്ചയിലോ ഡെയിലിയൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് ഡിജിറ്റൽ വേൾഡിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.